everyone. Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 27th lecture of Management Concepts and Thought. In today's session, we are discussing about decentralization. Decentralization refers to delegation of authority to lower levels of management and to all departments of the organization. Each level of management retains some of their authority and delegates to the lower level remaining authority and decision-making power. Decentralization is the management approach of giving lower level employees an important role in decision-making process. അതോറിറ്റി ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്കും ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡെലിഗേറ്റ് ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ലോവർ ലെവൽ എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുന്നുണ്ട്. Then definition of decentralization. According to Henry Fayol, everything that goes to increase the importance of the subordinate's role is decentralization. ഹെൻറി ഫയോൾ പറഞ്ഞ ഡെഫിനിഷൻ സബോർഡിനേറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആണ് ഡീസെൻട്രലൈസേഷൻ. സബോർഡിനേറ്റ്സിൻ്റെ ഓർഗനൈസേഷനിലെ റോളിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടുകയാണ് ഡീസെൻട്രലൈസേഷൻ എന്നാണ് ഹെൻറി ഫയോൾ അഭിപ്രായപ്പെട്ടത്. ലുക്ക് അറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഫസ്റ്റ് വൺ, റെഡ്യൂസസ് വർക്ക് ലോഡ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. Decentralization helps to reduce the workload of top executives. They can devote greater time and attention to important policy matters by decentralizing authority for routine operational decisions. Decentralization ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെ വർക്ക് ലോഡിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ ടൈമും അറ്റൻഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസി മാറ്റേഴ്സിൽ നിയോഗിച്ചിട്ട് ബാക്കിയുള്ള അതോറിറ്റി ഓപ്പറേഷണൽ ഡിസിഷൻ എടുക്കാൻ സബോർഡിനേറ്റ്സിലേക്ക് ആ അതോറിറ്റി പാസ് ചെയ്യുന്നു. അങ്ങനെ ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെ വർക്ക് ലോഡിനെ കുറയ്ക്കാൻ ഡീസെൻട്രലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് പോയിൻറ്റ്, ഫെസിലിറ്റേറ്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ. Decentralization facilitates diversification of products and markets. Each product division is given sufficient autonomy for innovations and creativity. ഓരോ പ്രോഡക്റ്റിലും മാർക്കറ്റുകളിലും ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരാനും ഡീസെൻട്രലൈസേഷൻ കാരണമാകുന്നു. എങ്ങനെയെന്നാൽ ഓരോ പ്രോഡക്റ്റ് ഡിവിഷനും അതിൻ്റേതായിട്ടുള്ള സഫിഷ്യൻ്റ് ഓട്ടോണമി കൊടുക്കുന്നത് വഴി കൂടുതൽ ഇന്നൊവേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ അത് കൊണ്ടുവരാൻ സഹായിക്കും. അതോറിറ്റി സബോർഡിനേറ്റിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്യുന്നത് വഴി സബോർഡിനേറ്റ്സിൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസും അവരുടെ ഇന്നൊവേഷൻസും ഒക്കെ നമുക്ക് എവിടെ കൊണ്ടുവരാം? മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ എടുക്കുന്നതിലൊക്കെ കൊണ്ടുവരാം. ദെൻ തേർഡ് വൺ, എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ്. ഡീസെൻട്രലൈസേഷൻ ഗീവ്സ് പവർ, ഇനിഷ്യേറ്റീവ് and responsibility to a number of executives. This helps them to develop leadership qualities. Decentralization പവറും ഇനിഷ്യേറ്റീവ്സും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ നമ്പർ ഓഫ് എക്സിക്യൂട്ടീവ്സിലേക്ക് നൽകുന്നത് വഴി അവരിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനും ഡീസെൻട്രലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും ഡീസെൻട്രലൈസേഷൻ കാരണമാകുന്നു. ഫോർത്ത് പോയിൻറ്റ്, fosters coordination. It results in the promotion of intimate personal relationship which leads to greater employee coordination and enthusiasm. സുപ്പീരിയറും സബോർഡിനേറ്റ്സും തമ്മിലുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഡീസെൻട്രലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുവഴി അവരിൽ കൂടുതൽ കോർഡിനേഷനും ഉത്സാഹത്തോടെ അവർ പ്രവർത്തിക്കാനും ഒക്കെ ഈ ഡീസെൻട്രലൈസേഷൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. The next point, facilitates control. The divisional manager's efficiency can be evaluated in terms of the investment concepts. This will ensure better control. Divisional managers' efficiency നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെപ്റ്റ്സിൻ്റെ ബേസിസിലാണ്.
ആയിട്ടുള്ള മാനേജറിന് ഓർഗനൈസേഷനിൽ ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതിന് ഡീസെൻട്രലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് എൻകറേജസ് ഗ്രേറ്റർ എഫിഷ്യൻസി. ഡീസെൻട്രലൈസേഷൻ ഇൻക്രീസസ് എഫിഷ്യൻസി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നത് വഴി ഓർഗനൈസേഷനിലെ എല്ലാ ലെവൽസിലുമുള്ള ആക്ടിവിറ്റീസിനെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനൊരു കാരണമാകുന്നു. Next point is provides product and market emphasis. A competitive market requires an enterprise to offer a new style as low a price and as a high quality as its competitors are able to offer. മാർക്കറ്റിനും പ്രോഡക്റ്റിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഡീസെൻട്രലൈസേഷൻ വന്നത് വഴി സാധിക്കുന്നുണ്ട്. ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിനെ ആവശ്യമായിട്ടുള്ളത് ലോ പ്രൈസിൽ ഹൈ ക്വാളിറ്റിയിൽ ന്യൂ സ്റ്റൈലിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ഇംപ്രൂവ്സ് മോട്ടിവേഷൻ. റിസർച്ച് ഫെസിലിറ്റീസ് ഷോസ് ദാറ്റ് ഡീസെൻട്രലൈസേഷൻ പ്രൊവൈഡ്സ് better motivation to its managers to attain high production. Besides, decentralization increases the morale of employees, provides incentives to young employees and cordial atmosphere of work. Decentralization കൊണ്ടുവന്നത് വഴി മാനേജേഴ്സ് ബെറ്റർ മോട്ടിവേഷനാണ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസിൽ അതൊരു മൊറയിൽ ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ യങ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാനും അതുവഴി നല്ലൊരു അറ്റ്മോസ്ഫിയർ വർക്കിൽ കൊണ്ടുവരാനും ഡീസെൻട്രലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. These are the advantages of decentralization. Let us discuss the disadvantages of decentralization. First one, difficulty in coordination. Under decentralization, each department enjoys autonomy. Therefore, it is very difficult in making proper coordination. കോർഡിനേഷനിൽ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകുമെന്നാണ് ഡീസെൻട്രലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓട്ടോണമി ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു അതോറിറ്റി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ് ഫസ്റ്റ് ഡീസെൻട്രലൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എക്സ്പെൻസീവ് ആണ്. ഡീസെൻട്രലൈസേഷൻ ഇൻക്രീസസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആസ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു ബി സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഓൾ മാറ്റേഴ്സ്. ഡീസെൻട്രലൈസേഷൻ വന്നതുവഴി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ കൂടും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ കൂടാൻ സാധ്യതയുണ്ട്. The next one is lack of uniformity. Under decentralization, uniform policy are not followed by various departments. ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലത്തെ പോളിസി ഫോളോ ചെയ്യണമെന്ന് ഇല്ല. യൂണിഫോമിറ്റി ഇല്ലാത്തതാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അനദർ വൺ ഈസ് ഡിലേ ഇൻ ഡിസിഷൻസ്. അണ്ടർ ഡീസെൻട്രലൈസേഷൻ there is delay in making important decisions as the authority is not centralized. ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കാൻ കാലതാമസം ഉണ്ടാവും. ഡീസെൻട്രലൈസേഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതോറിറ്റി ആരിലേക്ക് കൂടി പാസ് ചെയ്യുന്നുണ്ട്, ലോവർ ലെവലിലേക്ക് കൂടി പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരടുത്തും കൂടി തീരുമാനിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത്രയും ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നൊരു തീരുമാനം എവിടെ നടക്കില്ല, ഡീസെൻട്രലൈസേഷൻ ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നടക്കുകയില്ല. ദ നെക്സ്റ്റ് വൺ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്. ഡീസെൻട്രലൈസേഷൻ മേ നോട്ട് ബി പോസിബിൾ ഡ്യൂ ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് മാർക്കറ്റ് അൺസർട്ടനിറ്റീസ്, ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് എക്സെട്ര. ഡീസെൻട്രലൈസേഷൻ പോസിബിൾ ആവാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസ് ഉണ്ടാവുകയാണ് എങ്കിൽ, മാർക്കറ്റിൽ പെട്ടെന്നൊരു അൺസർട്ടനിറ്റി ഉണ്ടാവുന്നു, അങ്ങനൊരു സിറ്റുവേഷൻ, ദെൻ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടാവുന്നു. ഈ സിറ്റുവേഷനിലൊക്കെ ഡീസെൻട്രലൈസേഷൻ പോസിബിൾ ആവില്ല. ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ആ സബോർഡിനേറ്റ്സിനോട് കൂടി ചോദിച്ചിട്ടൊരു തീരുമാനമെടുക്കുന്നത് സാധ്യമല്ല. Next one is not practical. Complete decentralization is not possible in an organization. ഒരു ഓർഗനൈസേഷനിലും കംപ്ലീറ്റ് ഡീസെൻട്രലൈസേഷൻ സാധ്യമല്ല.
are the disadvantages of decentralization? Okay, this is all for today's session. Thank you for listening.